ഇസ്രായേലിനും പ്രധാനമന്ത്രി നെതന്യാഹുവിനും ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേലിന്റെ മെന്ററായ അമേരിക്കയ്ക്ക് പോലും രക്ഷിക്കാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലിന് മേൽ US ഉപരോധം ഏർപ്പെടുത്താൻ ആലോചിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പൗരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ യൂണിറ്റായ നെൽസ യഹൂദയ്ക്ക് US ഉപരോധം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. ആദ്യമായാണ് ഇസ്രായേൽ സൈനിക യൂണിറ്റിനെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് US ആലോചിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിലെ തീവ്ര യാഥാസ്ഥിതികരുടെ കാലാൾപ്പടയാണ് നെൽസ യഹൂദ. വിശ്വാസവുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തവരാണ് ഈ സേനയിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ അവർ മാത്രമാണ് ഈ സേനാ വിഭാഗത്തിലുള്ളത്. അവർക്ക് വനിതാ സൈനികരുമായി ഇടപഴകാൻ അനുവാദമില്ല. മാത്രമല്ല മതപഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി അധിക സമയവും നൽകുന്നുണ്ട്. പലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ നെൽസ യഹൂദയ്ക്കെതിരെ നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ബറ്റാലിയൻ തടങ്കലിലാക്കിയ പലസ്തീൻ അമേരിക്കൻ പൗരനായ 78കാരൻ കൊല്ലപ്പെട്ടിരുന്നു. കൈവിലങ്ങിട്ട് കണ്ണ് മൂടിക്കെട്ടി കൊടും തണുപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. 2022 ഡിസംബറിൽ ഈ ബറ്റാലിയനെ വെസ്റ്റ് ബാങ്കിന് പുറത്തേക്ക് മാറ്റിയിരുന്നു. സൈനികരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ ഇത് ഇസ്രായേൽ തള്ളിയിരുന്നു. US ഉപരോധം നെൽസ യഹൂദയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഉപരോധം വന്നാൽ അവർക്ക് അമേരിക്കൻ സൈനികരോടൊപ്പം പരിശീലനം നടത്താനോ US ഫണ്ടിംഗ് ഉപയോഗിക്കാനോ കഴിയില്ല. ബറ്റാലിയനിലേക്ക് US ആയുധങ്ങൾ കൈമാറുന്നതിനും ഉപരോധം തടസ്സമാകും. അതിനിടയിൽ US നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് നെതന്യാഹു. ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പാടില്ലെന്നും തീവ്രവാദത്തിനെതിരെ പടപൊരുതുന്ന സൈനികർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് തെറ്റാണെന്നുമാണ് നെതന്യാഹു X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. രാജ്യത്തും നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇസ്രായേലിലെ 55 സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച പ്രതിഷേധ റാലികൾ നടന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എന്നാൽ ഇതിനോട് നെതന്യാഹു പ്രതികരിച്ചിട്ടില്ല. സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടെന്നാണ് നെതന്യാഹുവിൻ്റെ തീരുമാനമെന്നാണ് സൂചന. ഗാസയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിക്കുന്നുണ്ട്.